നമ്മള് വണ്ടിയിലാണ് ഇപ്പൊ ഉള്ളത്. നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഇനിമ പോണേ? മസീറ ഐലൻഡിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. നമ്മൾ മസീറ എത്താനായി ഇനി ഒരു 42 മിനിറ്റ്സും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിപ്പച്ചി എവിടെയാണെന്നറിയില്ല, ബട്ട് ഒരു ഡെസേർട്ട് ടൈപ്പ് സ്ഥലമാണ്. ഇവിടെ കുറച്ച് കടയുള്ളൂ. ഇത്രയും നേരം കടയൊന്നുമില്ല, ഇനി ഇപ്പോഴാണ് കടയൊക്കെ കാണാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിർത്തിയേക്കാണ്, കുറച്ചൊന്ന് വാഷ്റൂമൊക്കെ ഉപയോഗിക്കാൻ. എന്നിട്ട് ഒരു സ്റ്റോപ്പാണ്, നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് പിന്നെയും പോകും. ഇനി 45 മിനിറ്റ്സ് കൂടിയുള്ള നമ്മളവിടെ എത്താൻ. കടലല്ലല്ലോ ആ ബോട്ട് അടക്കണേ, അല്ലല്ലോ വണ്ടിയില്ലേ, പാലാ മുന്നിലൊക്കെ ക്യാമറയെ കാണും. ആ ഗൈസ്, കടലല്ലായിരുന്നു, അത് മിറാജ് ഫോർമേഷൻ ആയിരുന്നു. ഉണ്ടോ കടലിന് മേൽ കൂടെ വണ്ടി പോവാ? വണ്ടി ഓണോക്കിയാ? സോറി, റോങ് ഇൻഫോർമേഷൻ. കടലല്ല, കടലിന് മുകളിൽ തോന്നിക്കുന്ന വെള്ളമായിരുന്നു, പക്ഷെ വെള്ളമില്ലായിരുന്നു. ഓ, ആകാശം ഞാൻ കാണിച്ചെടുത്തു, സോറി. ഇതിൽ ക്ലിയർ ഉണ്ടോ അറിയില്ല. അവിടെ വെള്ളമുള്ള മാതിരി തോന്നുന്നില്ലേ, ബട്ട് അവിടെ വെള്ളമല്ല ഉള്ളത്. നമ്മള് കടലിന്റെ അടുത്ത് എത്തിയിട്ടില്ല. ഏകദേശം 17 കിലോമീറ്റർ ബാക്കി. 17 കിലോമീറ്റേഴ്സ് ബാക്കി. ആ, അതാ പറഞ്ഞേ. ഞാനല്ലേ ചോദിച്ച കപ്പലാണോന്ന്. വെള്ളത്തിന് മേൽ കൂടെ വണ്ടിയാ പോണേ. അത് ടേൺ അടിക്കാനുള്ള, അതാ അവിടെ ഇവിടെതാ 16 കിലോമീറ്റർ. ആ, അത് ടേൺ അടിക്കാനുള്ള, റൈറ്റ് ടേൺ അടിക്കാൻ. ഓ, വല്ലാത്തൊരു എത്തിന്ന് വിചാരിച്ചു ഞങ്ങള്. ഇപ്പൊ ഭയങ്കര വെയിലാടാ, വെയിലാണ്. ക്യാമറ ഇങ്ങോട്ട്. നമ്മൾ കടലെത്തിയിരിക്കുന്നു. കാണ്ടറിയില്ല അതില്. വണ്ടി ഭയങ്കര ഷേക്കിംഗ് ആണ്. അവിടെ ഐലൻഡിൽ എന്തൊക്കെ ഉണ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ. ഉപ്പാണോ അത്? ഉപ്പ് കെട്ടിയെടുക്കണ മാതിരി വെള്ളം കയറ്റിട്ടിട്ട് ഉണക്കിട്ട് ഉപ്പാക്കുന്ന. മേ ബി ദാറ്റ് നിരത്തിട്ടായിരിക്കും ചിലപ്പോ അങ്ങനെ. കാരണം അവിടെ മാത്രം വെള്ള മുടിയോ. അത് ഉപ്പ് ഉണ്ടാക്കാനുള്ളതായിരിക്കും എന്ന് തോന്നുന്നു. ആ, ഞങ്ങൾ കടലെത്തി ഗൈസ്. കടലും ലാൻഡും മനസ്സിലായി. ഇത് കടലാട്ടോ, പക്ഷെ ചെറിയ കടലാ. ഞാൻ കടലെത്തി പക്ഷെ ഞങ്ങൾ കടലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പുപാടം സോൾട്ട് ഫീൽഡ് എന്ന് പറയും. ദാദാ ഉപ്പ് വെള്ള കാണുന്നതല്ല ഉപ്പാണെന്ന് വിചാരിക്കുക. അല്ല, ആണ് വിചാരിക്കണ്ടാണ്. ഭക്ഷണത്തിലും കറിയിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഉപ്പ് ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതെ.
അതൊക്കെ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഓരോ ദിവസം മില്യൺ കണക്കിന് ഉപ്പുകളാണോ കടന്നു കയറ്റി അയക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗത്ത്. നാച്ചുറൽ ഇതാണ് സംഗതി എനിക്ക് തോന്നുന്നത്. കാരണം വേലിയേറ്റ സമയത്ത് ഓപ്പൺ ആക്കിയിട്ടേ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഉപ്പ് കയറ്റി പോകുന്ന പ്രദേശമാണ്. ചാക്കിലാക്കി വെച്ചിരിക്കുന്നു. ചാക്കില പാക്കറ്റ് മണല് വാരി പോകുമ്പോലെ മണലും എന്താ വെച്ചാല് റോഡ് ടിപ്പറാക്കും വെള്ളം നമ്മള് ഞാടെത്താനായില്ലേ ഈ പൈപ്പിലൂടെ പൈപ്പ് കണ്ടു അറിയില്ല. അതിന്റെ അടിയിൽ പൈപ്പ് ഉണ്ട്, വെള്ളം കൊണ്ടാക്കല. അതാ കടക്കണേ കപ്പല്. ഓ കപ്പല് കപ്പല് ഗൈസ്, കപ്പല്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂണ്ടലിടാം. ക്ലിയർ ഉണ്ടാവും തോന്നില്ല കേട്ടോ. അടുത്തിട്ട് കാണിച്ചരാം. പിന്നെ ഇല്ല വണ്ടി കയറ്റി ഉണ്ടാവാൻ പോണേ. ഓ ഷിപ്പല്ലടാ, വണ്ടി കയറ്റാൻ ഷിപ്പല്ല ഉപയോഗിക്കുക. ഈ സൈഡിൽ കുറെ ബോട്ടൊക്കെ കാണുന്നു. ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ അങ്ങോട്ടാക്കിയത്. ബോട്ട് കാണുന്നു. അപ്പം നമുക്ക് ഗവൺമെന്റിന്റെ ബോട്ട് കിട്ടിയില്ല, അപ്പം നമ്മൾ പ്രൈവറ്റ് ബോട്ടിൽ പോകാൻ പോവാണ്. കടലാണ് രണ്ട് സൈഡിലും. ഓ ഈ സൈഡിൽ ഇതാ കുറേ ബോട്ട് കാണുന്നു. ആ ചെറുതൊക്കെ കാണുന്ന ബോട്ടാണേ. നമുക്ക് ഗവൺമെന്റ് ബോട്ട് കിട്ടിയെങ്കിൽ നല്ല രസം ഉണ്ടാകും. കാരണം വണ്ടി ഒരു സ്ഥലത്തും നമ്മൾ വേറെ സ്ഥലത്തൊക്കെ കയറണ്ടേ. പക്ഷെ ഗവൺമെന്റിന്റെ ബോട്ടിൽ, പ്രൈവറ്റ് ബോട്ടിൽ ഭാഗ്യമുണ്ടായില്ല. ഞങ്ങള് 2 വണ്ടി കൂടി വരുന്നതിന് മുമ്പ് എത്തിയെങ്കിൽ കയ്യേരി. ഇനിയിപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബോട്ടിലാണ് പോണത്. അതിൽ നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കണം. നമ്മൾ വണ്ടി കയറ്റാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മൾ വണ്ടി ഇരിക്കണം. പുറത്തിറങ്ങി വേറെ സീറ്റ് ഉണ്ടാവില്ല, ആൾക്കാർക്ക് ഇരിക്കാൻ വേറെ സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നേരത്തെ വരാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ബോട്ടിൽ കയറി പോകുന്നതാണ് നല്ല സുഖം. ഇതാണ് ഒമാൻ പോലീസ് ഗൈസ്. ഇത് ഒമാൻ പോലീസ് എന്താ പറയാ, ക്രിമിനൽസിനൊക്കെ പിടിക്കുന്ന പോലീസ്, നോട്ട് ട്രാഫിക് അല്ല. ഇതാണ് പ്രൈവറ്റ് ബോട്ട്. ഗവൺമെൻറ് ബോട്ട് സെറ്റാണ്. എല്ലാവരും ഗവൺമെൻറ് ബോട്ടിലേക്ക് കയറാൻ നോക്കുക. നമ്മൾ തിരിച്ച് വരുമ്പം ഗവൺമെൻറ് ബോട്ടിലേക്ക് വരാൻ നോക്കും. ബിക്കോസ് അത് പൊളിയാണെന്നാണ് പറഞ്ഞിട്ട്. കാരണം സീറ്റൊക്കെ ഉണ്ട്, ലൈക്ക് ആൾക്കാർക്ക് ഇരിക്കാൻ വേറെ, വണ്ടി കയറ്റാൻ വേറെ സ്ഥലം, അങ്ങനെയൊക്കെ. നല്ലൊരു കപ്പൽ യാത്ര നമുക്ക് എൻജോയ് ചെയ്യാം നമ്മൾ ഇതിലായിട്ട് വരികയാണെങ്കിൽ, ഗവൺമെൻറ്റിൽ വരികയാണെങ്കിൽ. പച്ച വെള്ളം കേട്ടോ, ഇതിൽ കാണാറില്ല, പച്ച വെള്ളം കേട്ടോ. അത് പച്ച കളർ വെള്ളം. വാവ്, വൈറ്റ് അല്ല പച്ച. നമുക്ക് പച്ച അല്ല, ഇത് ആണ് പച്ച. മറ്റേ നാട്ടിൽ കുളത്തിലൊക്കെ കാണാതിരി പച്ച കളർ. വണ്ടി കഥ കയറ്റി. എന്താ ബോട്ടിൻ്റെ പേര്? ജസ്ലാനോ സംതിങ് ലൈക്ക് ദാറ്റ്. പ്രാവുകൾ അയ്യോ പോയി. ഞങ്ങളിത് അവിടെ എത്തിയിരിക്കുന്നു. നോക്കണം, നിങ്ങളെ കാണണ്ടോ അറിയില്ല കേട്ടോ, നോക്കണം. ഓ വണ്ടിയിൽ ഇതിൽ തന്നെ സ്ഥലം ഉണ്ട്. ഇത്ര വണ്ടി കയറ്റിയിട്ട് ഇനിയും സ്ഥലം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അതിൽ കുത്തി കയറ്റാൻ പോവാം വണ്ടീനെ. നമ്മൾ കയറാൻ പോണേ മറ്റേ ബോട്ടിലടി മുകളിൽ കയറി. പുറത്തിറങ്ങി നിക്കാം, ബട്ട് ഇരിക്കാനൊന്നും സ്ഥലമല്ല. ഗവൺമെന്റിന്റെ അങ്ങനല്ലടാ, ഗവൺമെന്റിന്റെ
ഞങ്ങൾക്ക് കണ്ടിട്ട് ബോട്ട് ഫുള്ളായിന്നാ തോന്നുന്നത്. ആ ലൈനിൽ പോ, ആ സൈഡ് പോ. പകുതിയാവോ? കേറും പോട്ടെ. ഇത് ഫുള്ളായിന്ന് തോന്നുന്നു. പക്ഷെ അവര് പറയുന്നത് ഇനിയും കയറുന്നാണ്. എത്ര സ്പേസ് ഉണ്ട് എടാ, നോക്കടാ കാർ ഇവിടെ എത്തി. ആ കാറൊക്കെ കണ്ടോ, എത്ര എത്തി വണ്ടികള്. ഇനി എങ്ങോട്ടാണോ കയറ്റാൻ പോകണത് എനിക്കറിയില്ല. ഈ കാക്ക അങ്ങോട്ട് വണ്ടി എടുക്കാണ്, എന്താ അറിയില്ല. കയറ്റുന്നൊരു തിരക്കിലാണ്. ഓക്കെ, കയറ്റിട്ട് വിളിക്കാം. ഞങ്ങളങ്ങനെ വണ്ടി ഇറക്കി. അങ്ങനെ ഞങ്ങള് കേറി. ഈ ബ്രൗണിലോ ഇടിച്ചാൻ വരിക. ബാക്കോട്ടിനനുസരിച്ച് ഫ്രണ്ടിലോട് ഇങ്ങനെ വന്ന് ഇടിച്ച. അപ്പൊ ഞങ്ങള് പേടിച്ചിട്ട് എന്നിട്ട് ഞാൻ വേഗം ഓഫാക്കി. എന്താ നടക്കണെന്ന് അറിയില്ല. എന്താ അവള് ഷാർട്ട് എന്നിട്ട് ഞാൻ ഫസ്റ്റ് എഡിറ്റ് ചെയ്യാം. നമ്മളിപ്പോ എന്താ അവിടെ ഇത് കണ്ടോ, ഭയങ്കര സീനായിട്ടാ കയറ്റിയ. നമ്മളിപ്പോ കപ്പലിലാണ് ഗൈസ്. ഇതാ കപ്പലെത്തി. വാവ്, എത്ര വണ്ടികളാ കാണുക. മീനോ? ഓ, അതില് കാണുമോ അറിയില്ല മീനൊന്നും. എത്ര മീനാ നോക്കിയാണ്. എത്ര മീനാ കാണണ്ടോ അതില്? ഇല്ല, എനിക്കറിയില്ല, കാണേണ്ടാവൂല. ഓ, ഇപ്പൊ കണ്ടു, ഇപ്പൊ മീന കണ്ട്. അത് കണ്ടോ അവിടെ. ഓക്കെ, ആ ഉണ്ട്, ഹോൾഡർ ഉണ്ട്. ഇനി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എത്തിയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ല. ഇനി ഞങ്ങളും അങ്ങനെയൊക്കെ എന്തൊക്കെ വിചാരിച്ചിട്ടോ, എങ്ങനെയാന്നറിയില്ല. ഓള് മാത്രം കണ്ടിടണോ? മുന്നേ അത്ര കണ്ടിട്ടു. ഹലോ ഞാൻ എഡിറ്റ് ചെയ്തിടും. പിന്നെ എക്സാം കഴിഞ്ഞില്ലേ, ഇനി ഇടാം അല്ലേ? ഒന്നുമില്ല, അങ്ങനെയൊന്നും അടിക്കൂല. ഇപ്പൊ എല്ലാരും ഉണ്ടാതായി. കൊറേ വണ്ടി ഉണ്ട്. ഇതാ ഒമാൻ ഫ്ലാഗ് പറക്കുന്നു. ോട്ടേക്ക് പോകുന്നു. ഓ, എൻ്റെ അമ്മ എന്താ ചൂട്, ചുട്ടുപൊള്ളുന്ന ചൂട്. ഊഫ്, അതും വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടിട്ട്. വലിയ ട്രിപ്പ്. പക്ഷേ എന്താ പറയാ, ലോറീസ്. ഓ, ഷെയ്ഡുള്ള സ്ഥലത്തെത്തി ഗൈസ്. എൻ്റെ പോയിക്കോ. അപ്പുറത്ത് ആ സൈഡിക്ക് ഇപ്പൊ ആ സൈഡിക്ക് പോവാ. അവിടെ സ്റ്റെപ്പ് ഉണ്ട്. പോയായിരുന്നു. ഇല്ല, അങ്ങനെ ഒന്നും സ്റ്റെപ്പൊന്നും ഇല്ല കേട്ടോ. ഓള് വലിയ സ്റ്റെപ്പൊക്കെ ഉണ്ട്, മേലെ പോയി കാണാനൊക്കെ പറഞ്ഞു. ചോദിച്ചിട്ട് പറ്റുള്ളൂ. ഓ, ഇതാ പറക്കും. ഇതെല്ലാരും നിൽക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കപ്പിത്താനുള്ളത്. മീൻസ് ലൈക്ക് എന്താ പറയാ, ഷിപ്പ് ഓട്ടുന്ന ആളുകളാണ്, ഷിപ്പ് ഡ്രൈവറുകളൊന്നും.
ഗൈസ് ഇത്ര ക്വാളിറ്റി ഉള്ള ഫോൺ ഉണ്ടായിട്ടാണ് ഞാൻ ഇത്രയും നേരം ആ ലോക്കൽ ഫോണൊന്നും എടുത്തോണ്ടെന്ന്. വാവ്. ഇനി മുതൽ വീഡിയോ ഒക്കെ ഇതിന്നായിരിക്കും. ഫസ്റ്റ് കണ്ട ഭാഗങ്ങളൊന്നും ക്ലിയർ ഇല്ലെങ്കിലും ഇവിടുന്ന് കാണുന്നത് ഇനി മുതൽ ക്ലിയർ ഉണ്ടാവുന്നതാണ്. ഓക്കെ. എല്ലാരും മേലെ കയറുന്നു. ഞാനും മേലെ കയറട്ടെ. ഇനി അതെല്ലാരും വരുന്നുണ്ടല്ലോ. ഇവിടെ തോണി കയറുന്ന പേടിയുള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്. വേസ്റ്റ് ആണെന്ന് തോന്നുന്നു. മേലെത്തി. ഇതിന്റെ മേലോട്ടാണ് നമ്മുടെ ബോട്ട് അല്ല ഷിപ്പ് ഡ്രൈവർ ഉള്ളത്. ഷിപ്പ് ഡ്രൈവറിനുണ്ട് ക്യാപ്റ്റൻ അല്ലേ? ക്യാപ്റ്റൻ ഉള്ളത്. ഇതിനുള്ളിൽ എന്തോ അങ്ങോട്ടൊന്നും പോണ്ടമ്മ. ഇവിടെ ക്യാപ്റ്റനൊക്കെ കടന്നുറങ്ങുന്ന റൂമായിരിക്കും. മെല്ലെ നടന്നോളൂ. ക്യാപ്റ്റനൊക്കെ ഉറങ്ങായിരിക്കും. ഓ സോറി, ക്യാപ്റ്റൻ ഉറങ്ങിയ പിന്നെ ആരാ വണ്ടി ഓട്ടല്ലേ? ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പിടിച്ചോളി വണ്ടി കേട്ടെ. ഒരു ലുക്ക് ഫ്രീക്കൻ. അതാ മൂവിങ് ആണ്. അതാ നമ്മൾ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യണെങ്ങനെ അറിയണ്ടോ? വീണ സാധനം ഇട്ടെടുത്താ മതി. ഈ സാധനം എല്ലാരും ഇവിടെ പോയി. ആരും കാണുന്നില്ല. ഞാൻ കറങ്ങി ഇവിടെ എത്തിയപ്പോ എല്ലാരും അപ്പുറത്തെത്തി. അപ്പൊ നമുക്ക് അപ്പുറത്ത് പോയാ. നിങ്ങൾക്ക് ഞാൻ കറങ്ങി ആട്ടത്തി എല്ലാരും ഇവിടെ എത്തി. വട്ടം കറങ്ങിയ. ഓ മീനുകളൊക്കെ അതുകൊണ്ട് അവിടെ. ഒരു വയസ്സായ കളവൻ. ആരാ പേടിക്കുന്നേ? ആരോ പേടിക്കുന്നുണ്ട്. പേടിച്ചാരാ? ചേച്ചി കമോൺ. ഇനി ധൈര്യം കാണിച്ചണം. പോണ നമ്മൾ കടലിലേക്ക് ദ്വീപിലേക്ക് പോകുന്നു. യെസ്. ശരിയാ. ഓ ഇതാ വെള്ളം പോണ. മോട്ടർ സ്റ്റാർട്ടായി ഗൈസ്. ഷിപ്പിന്റെ മോട്ടർ സ്റ്റാർട്ടായി. ഓ ദാ ഷിപ്പിന്റെ മോട്ടർ സ്റ്റാർട്ടായി. ഓ ഷിപ്പ് തിരിക്കുകയാണ്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം എവിടെപ്പാ? നമ്മള് കേറിയതോ? ഓ നമ്മള് കേറിയതോ. അപ്പൊ ഇത് തിരിക്കുകയാണ്. ക്യാപ്റ്റന് മുൻഭാഗം കാണാൻ വേണ്ടി നമ്മൾ തിരിക്കുകയാണ്. യെസ്. ഇതൊരു 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണേ. അതുകൊണ്ടാണ് കൂടുതൽ ആടെ ഒന്നും ഉണ്ടാവൂല. അങ്ങോട്ട് വിഭാഗക്കാൻ വേണ്ടിട്ടായിരിക്കും. അതാ പോണ്. നമ്മള് അവിടുന്ന് കേറിട്ടോ. അതാ പോണ. ഇപ്പൊ വെയിലില്ല. കാരണം കപ്പലിന്റെ ഷാഡോ അടിക്കണോണ്ടേ ഇല്ല. ഇപ്പൊ നെതലടിക്കണ
കുറച്ച് ബാക്കോട് കണ്ട് നീങ്ങും. അതൊന്നും ഉണ്ടാവില്ല. ആകെ 100 ആളെ കാണുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാർ കാണൂല. മുകളിൽ കയറാം. ഇനിയും മുകൾക്ക് കയറാം. ഓ എന്താ കാറ്റ്. ഇതാ വണ്ടികള്. അതിലൂടെ എന്തിനാ വീഡിയോ എടുക്കണേ? ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ. ആ ഉണ്ട്. ഇതാ ഡ്രൈവർ. നമുക്ക് ബാക്കിലോട്ട് പോയോക്കാം. മമ്മീസ് ആൻഡ് വല്യമ്മസ് ഹിയർ. അച്ഛന്മാരെല്ലാം ഇവിടെ, കുട്ടികളും ഇവിടെ. അങ്ങനെ ഫ്രണ്ട് നോക്കി നല്ലൊരു വൈബ്. ഫോട്ടോ. നമുക്ക് നമ്മുടെ ഐലൻഡിൽ എത്തണമെങ്കിൽ ഒരു ഒരു 1 hour 30 minutes or something like that. 1 hour almost 1 hour ഉണ്ട്. Like 1 hour something minutes ഉണ്ട് നമ്മൾ അവിടെ എത്തണമെങ്കിൽ, ഐലൻഡിൽ എത്തണമെങ്കിൽ. ഇതാണ് നമ്മുടെ ഡ്രൈവർ. വീണില്ലെങ്കിൽ എന്താ കപ്പലിലാവട്ടെ, വെള്ളത്തിലാവട്ടെ, റോഡിലാവട്ടെ, എയറിലാവട്ടെ, മലയാളികളെന്നും മലയാളികളാണ്. അല്ല, മലയാളികളെന്നും മലയാളികളാണ്. പായൊക്കെ വിരിച്ച് ഇടുക്ക് കിടന്നുറങ്ങാൻ. പ്രൈവറ്റ് ബോട്ടാണ്, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ പായം കൊണ്ടുവന്ന് അവിടെ കിടക്കാൻ നോക്കുകയാണ് എല്ലാവരും. എന്താലേ. നമ്മൾ ഇനി ക്യാപ്റ്റൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. സായുജൊക്കെയാണ് വണ്ടി ഓട്ടുന്നത്, അല്ലെ ഷിപ്പ് ഓടുന്നത്. അങ്ങോട്ട് തിരിച്ചേക്കല്ലേ, എല്ലാം കൂടി മറയും. ചില പിടിച്ചു വലിക്കത് ഹതിയെ. ഞാൻ ഫോട്ടോ എടുക്കാം. ഒരു ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഞാൻ എന്നെ ഫോട്ടോ എടുത്തരാം. ഒരു മിനിറ്റ്. നമ്മളിവിടെ എത്തി ഗൈസ്.
ഐലൻഡിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. ഹോട്ടൽ അല്ല, ഫുഡിന് വേണ്ടി ഇത് റെസ്റ്റോറൻറ്റ് പേർക്കായിരുന്നു. ഇവിടെ ഉണ്ട് മലയാളി റെസ്റ്റോറൻ്റാണ്. പിന്നെ അതുകൊണ്ട് അവിടെ ബാബൂസ് ചിക്കൻ അല്ല കിച്ചൺ, സോറി, ചിക്കൻ അതുമുണ്ട് മലയാളി റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ രാവിലെ എത്തിയതാണ്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി, നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും എണീറ്റപ്പോൾ രാത്രിയായി. ഇനി നൈറ്റാണ്, നൈറ്റ് ട്രാവലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ടോ ചന്ദ്രനെ, ചന്ദ്രനും നക്ഷത്രവും. അങ്ങനെ നമ്മളിവിടെ എത്തിക്കുന്നത് വാക്കിംഗ് പാർക്ക് എന്നാണ്. കുറച്ചങ്ങോട്ട് മസീറ പാർക്കുണ്ട്. അവിടെ കടലാണ്, കടലിൻ്റെ അടുത്തുള്ള പാർക്ക്. ചന്ദ്രനും കടലും, കടൽ കണ്ടറിയില്ല, നടുവിലിങ്ങനെ വൈറ്റ് ഇത് കാണില്ലേ, ഇതാ അത് വെള്ളം. വാ എന്താ സീൻ, നേരിട്ട് കാണുമ്പോൾ രസമുണ്ട്, പക്ഷെ ക്യാമറയിൽ കിട്ടണില്ല, എന്താ അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പോസ് ഇങ്ങനെ നിൽക്കണുള്ളൂ. പോസാ എങ്ങനെങ്കിലും നിക്ക്, അന്റെ പോസ് അതിൽ നിക്ക്. എൻ്റെ അമ്മേ, പോസ് ഇല്ലാത്ത ആള്. ഗൈസ് അവിടെ മൂൺ സെറ്റിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ ഫോട്ടോഷൂട്ട്, എന്താ അറിയാ, അടുത്ത ആള് വരുന്ന ഫോട്ടോ എടുക്കാൻ. കേറിക്കൂട്, ഒരു കല്ലും ഒരു ഫോട്ടോയും, കേറിക്കൂട്. അടുത്താക്ക് ഫോട്ടോ എടുക്കട്ടെ ഗൈസ്. ഓക്കെ, പിന്നത്തെ മോന്ത മാത്രോ? എത്ര പാസ്പോർട്ട് സൈസാ? ആ ഓക്കെ, എത്രയെങ്കിലും ഒക്കെ എടുക്കാം. പോസടി, ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് കാണാം കേട്ടോ. പോസ് നിക്ക്. നേരത്തെ ഇങ്ങനെ തന്നെ അതന്നെ. ആ 3, 2, 1 കിട്ടി. ഇപ്പൊ വിൽക്കാൻ പോയിനി, ഇനി ഒരു പരസ്യം വരേനി, അല്ല പരസ്യമല്ല, വാർത്ത വരേനി. ഫോട്ടോ കടലിൽ നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കി ആന്നെ ഇതൊന്നും കൂടി വീണെന്നാല് നല്ല രസമുണ്ടാവും. ഞങ്ങൾ അടുത്ത പ്ലാൻ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ട് കാണാം. ചിലപ്പോൾ മിക്കവാറും നാളെ രാവിലത്തെ വ്ളോഗായിരിക്കും ഇനി അടുത്ത് വരാൻ പോണം. മീൻ കരയ്ക്ക് കയറി വള്ളം അടിച്ചിട്ടെന്നാണ് പറഞ്ഞത്. ഇത് കല്ല വള്ള മോളെ, കാണില്ല കേട്ടോ. വേണ്ട, ആരെങ്കിലും ഒക്കെ ലൈറ്റ് അടിച്ചാണി. വള്ളം അടിച്ചാണ്. തെരയാണ്, തെര. ഈ ഫ്രണ്ട് കല്ലാണേ. അത് കല്ലാണ്. ആ ഇപ്പൊ കല്ലാന്ന് തട്ടി പഠിച്ചല്ലേ.
നല്ല തെളിഞ്ഞ വെള്ളാണ്. നോക്കൂ ഗൈസ്, സമീ പോണ സമീ ഇങ്ങോട്ട് പോര്. മീനൊന്നും ഇല്ല, പോയാണ് വെറുതെ പറ്റിക്കാനായിട്ട്. ഇല്ലാത്ത ഓട്ടൊക്കെ ഓടി. തിരമാലയാണോ പാൻറ്റൊക്കെ വീഡിയോയില് മീനാന്ന് പറഞ്ഞു ഇട്ടാ മതി. അതും കറക്റ്റാ. ഞണ്ട് കടിക്കൊന്നുമില്ല. ഞണ്ട് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ മസാജ് ചെയ്ത് പോകുള്ളൂ. ഞണ്ട് അടിക്കൂലേ? ഇല്ല ഇല്ല മോളെ, മസാജ് ചെയ്തോളൂ. ഇങ്ങനെ മീനൊക്കെ ഒന്ന് കൊത്തൂലേ അതേമാതിരി. സീരിയസ് ആയിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ മീൻ ഇതാക്കൂലേ, നമ്മളെ ചളിയൊക്കെ ഇതാക്കൂലേ അതേമാതിരി. കാല് വൃത്തിയാക്കണ മാതിരി. ആ വൃത്തിയാക്കും, നാഗത്തിനുള്ളിൽ ഒക്കെ വൃത്തിയാക്കും. ഞാൻ ചെരുപ്പിട്ടില്ല, ചെരുപ്പിട്ടില്ല. വെള്ളത്തിൽ പോകുന്നു. ഫോട്ടോഷൂട്ട് ഗൈസ്, കടലിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഫോട്ടോഷൂട്ട്.